നിയമനത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച LDF സർക്കാർ 2016 മെയ് മുതൽ ഇതുവരെ 2 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് PSC നിയമന ശുപാർശ നൽകി. അവശ്യ മേഖലകളിൽ പുതിയ തസ്തിക സൃഷ്ടിച്ചതും നിലവിലെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതുമാണ് നിയമനം വർദ്ധിപ്പിച്ചത്. 6 മാസത്തെ പ്രതീക്ഷിത ഒഴിവ് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്ത് നിയമന നടപടിയെടുക്കാൻ വകുപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 2016 മുതൽ 2021 വരെ ഒന്നാം പിണറായി സർക്കാർ കാലത്ത് 1,61,268 പേർക്കാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമന ശുപാർശ നൽകിയത്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെയായി 1,28,668 പേർക്കും നിയമന ശുപാർശ നൽകി. അവശ്യ മേഖലകളിൽ പുതിയ തസ്തിക സൃഷ്ടിച്ചതും നിലവിലുള്ള ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതുമാണ് നിയമനം വർദ്ധിക്കാൻ കാരണം. UDF സർക്കാരിന്റെ കാലത്ത് നിയമനം നടക്കാതിരുന്ന പല തസ്തികകളിലും സാങ്കേതിക നിയമക്കുരുക്കുകൾ അഴിച്ചു. റാങ്ക് പട്ടിക നിലവിലില്ലാത്ത സാഹചര്യം ഒഴിവാക്കി കാലാവധി തീരുന്നതിന്റെ തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് PSC വളർന്നു. രാജ്യത്താകെ നടക്കുന്ന PSC നിയമനങ്ങളുടെ 60% കേരളത്തിലാണ്. സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിലും കേരള PSC രാജ്യത്ത് ഒന്നാമതാണെന്നാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്ക്. സാമുദായിക സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ട എല്ലാവർക്കും സംസ്ഥാന സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്. 6 മാസത്തെ പ്രതീക്ഷിത ഒഴിവ് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്ത് നിയമന നടപടിയെടുക്കാൻ വകുപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. അടുത്ത 1 വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകളും PSCക്ക് അതാത് വകുപ്പുകൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.